യു പ്രതിഭയ്ക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതിന് മുസ്ലിം ലീഗ് നേതാവ് എ ഇർഷാദിനെതിരെ നടപടിയെടുത്തിട്ടുണ്ട് UDF. ഇർഷാദിനെ കായംകുളം UDF കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കി. PK ബഷീർകുട്ടിയാണ് പുതിയ കൺവീനർ. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. അമൽ, ഈ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ പ്രസ്താവനയാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്, ഇർഷാദിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിനെതിരെ കുറച്ചു മുൻപാണ് പ്രതിഭ മാധ്യമങ്ങളെ കണ്ടതും വിതുമ്പിയതും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞത്. ഈ സ്ത്രീകൾക്കാകമാനമുള്ള അപമാനമാണ്, അധിക്ഷേപമാണിതെന്നായിരുന്നു അതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. ഇപ്പോൾ UDF ഒരു നടപടി എടുത്തിട്ടുണ്ട്. അങ്ങനെ UDFനെതിരെ ഈ യു പ്രതിഭ വിഷയത്തിൽ ഉണ്ടാകുന്ന കടന്നാക്രമണങ്ങൾക്ക് ഒരു കടിഞ്ഞാണിടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ കോൺഗ്രസ് നേതൃത്വം? ഇന്ന് രാവിലെ ന്യൂസ് മലയാളത്തിലൂടെയാണ് കായംകുളത്തെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള യു പ്രതിഭയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അങ്ങേയറ്റം നീചമായിട്ടുള്ള അധിക്ഷേപ പരാമർശം UDFന്റെ മണ്ഡലം കൺവീനറായിട്ടുള്ള ഇർഷാദിൽ നിന്ന് ഉണ്ടാകുന്നത്. അത് ന്യൂസ് മലയാളം വാർത്തയാക്കിയതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലും പ്രത്യേകിച്ചും മുഖ്യധാര മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ചർച്ചയാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യു പ്രതിഭ തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അവർ വിതുമ്പിക്കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിച്ചത്. ഇതിലും വലിയ രീതിയിലുള്ള അതിക്രമങ്ങളടക്കം അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടുള്ള വലിയ രീതിയിലുള്ള ആക്രമണങ്ങളടക്കം സോഷ്യൽ മീഡിയയിലും മറ്റും യു പ്രതിഭയ്ക്ക് മുൻപാകെ നേരത്തെയും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോഴൊന്നുമില്ലാത്ത തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള ഒരു വിഷമഘട്ടത്തിലൂടെയാണ് യു പ്രതിഭ ഈ പരാമർശത്തിലൂടെ കടന്നുപോയതെന്നാണ് അവർ നമ്മളോട് വ്യക്തമാക്കിയത്. ഏതായാലും ഈ ഒരു സംഭവത്തിൽ M ലിജുവിനോട് നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പ്രവർത്തനയെ കുറിച്ചും ഉണ്ടാകാൻ പാടില്ല, ഒരു സ്ത്രീയെ കുറിച്ചും പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിപ്പോയി. പൊതുവെ മാന്യമായി പെരുമാറുന്ന ഒരാളായിരുന്നു ഈ ഇർഷാദ് എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ UDFന്റെ മണ്ഡലം കൺവീനറായി നിയമിച്ചതും. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്കിൽ പിഴവ് സംഭവിച്ചു പോയി. അദ്ദേഹത്തിന് സംഭവിച്ച ആ പിഴവിൽ UDFന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ താൻ ഖേദം ചോദിക്കുന്നു എന്ന് ഇന്ന് ന്യൂസ് മലയാളത്തോട് സംസാരിക്കുമ്പോൾ M ലിജു തന്നെ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ UDFന്റെ കായംകുളം മണ്ഡലം കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ നീക്കിയിരിക്കുകയാണ്. UDF ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയായി എന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ കൺവീനർ സ്ഥാനത്ത് മാറ്റിയത്. മുസ്ലിം ലീഗിൽ നിന്ന് തന്നെയുള്ള PK ബഷീർകുട്ടിയാണ് പുതിയ കൺവീനർ ആയിട്ട് നിയമിച്ചിരിക്കുന്നത്. സേതു. ഓക്കെ അമൽ, ശരി.